ഞാൻ കാർ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വിഷയം, എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവിക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഇപ്പോൾ സൺലൈറ്റിൽ കിടന്ന് വെയിലത്ത് കിടന്നിട്ട് ഞാൻ അകത്ത് കയറുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്മെല്ല്, ഒരു ടോക്സിക് സ്മെല്ലായിരിക്കും ബ്രീത്ത് ചെയ്യുന്നത്. സോ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് തലവേദന പോലെയും അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും കുറച്ച് സമയത്ത്, ഒരു 4-5 മിനിറ്റ്. പിന്നെ AC ഒക്കെ ഇട്ട് നമ്മളുടെ ഡോർ സൈഡ് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ടൈം കഴിയുമ്പോഴായിരിക്കും ഒരു ഫ്രഷ് എയർ കയറുന്നത്. സോ അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ഞാൻ കുറച്ച് നാൾ അന്വേഷിച്ച് കിടക്കുമായിരുന്നു. സോ എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ ഒരു 1 to 2 months ബാക്ക് ഞാനത് വാങ്ങിച്ച് പരീക്ഷിച്ചായിരുന്നു. സോ എനിക്കൊരു നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. സോ റിസൾട്ട് എന്തെന്ന് പറഞ്ഞാൽ, എനിക്കതിൽ ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്മെല്ലൊന്നും അറിയത്തില്ല. ഒരു ഫ്രഷ് സ്മെല്ലായിരിക്കും നമ്മുടെ കാറിനകത്ത് എപ്പോഴും. നമ്മുടെ ഈ വെയിലത്ത് ഇട്ടായിരുന്നാലും ആ ഒരു ടോക്സിക് സ്മെല്ല് ഒന്നും വരത്തില്ല. അതേപോലെ തന്നെ കുട്ടികൾ ഫുഡൊക്കെ കഴിച്ചിട്ട്, അതേപോലെ തന്നെ ഡ്രിങ്ക്സ് എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വല്ലതും വീണാലോ, ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും വീണാലോ സ്മെൽസ് നല്ല രീതിയിലുള്ള ഒരു മോശം രീതിയിലുള്ള ബാഡ് ഓർഡർ വരും. അപ്പം ആ സ്മെല്ലെല്ലാം പോയിട്ട് ഒരു നോർമൽ ഫ്രഷ് സ്മെല്ല് എപ്പോഴും നമ്മളുടെ വെഹിക്കിളിനകത്ത് കിട്ടുമായിരുന്നു. ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം. അതിന് മുന്നോടിയായിട്ടാണ് എങ്കിൽ നമ്മുടെ കാറിനകത്ത് എപ്പോഴും ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ലായിരിക്കും. മെയിൻ ആയിട്ട് ഈ ടോക്സിക് സ്മെല്ല് വെയിലത്തിട്ട് അകത്ത് കയറുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തലവേദന പോലെ, ഭയങ്കര രീതിയിലുള്ള ഇറിറ്റേഷൻ ആണ്. സോ അത് നമുക്കറിയാം, ഈ പ്ലാസ്റ്റിക്കിൽ നിന്നൊക്കെ വരുന്ന സ്മെല്ലെന്ന് പറയുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്മെല്ലായിരിക്കും, ഭയങ്കര രീതിയിലുള്ള ഇറിറ്റേഷൻ ആണ്. സോ അതിൽ നിന്നെല്ലാം സൊല്യൂഷൻ കിട്ടിയ ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഓക്കെ, അപ്പം ഇത് എൻ്റെ കാറല്ല, നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ കാറാണ്. അപ്പം പുള്ളിക്കാരൻ ഈ ഒരു ഇഷ്യൂ പറഞ്ഞപ്പം ഞാൻ ഈ ഒരു സാധനം, ഈ ഒരു പ്രോഡക്റ്റ് റെഫർ ചെയ്തായിരുന്നു. പുള്ളിക്കാരനും ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തായിരുന്നു. പുള്ളിക്കാരന് ഇപ്പോൾ ഒരു 3 days ആയിട്ടുള്ളൂ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട്. അപ്പം എനിക്ക് കിട്ടിയ അനുഭവം ആണോ പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞാനൊരു 2 to 3 days മുന്നോടിയായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് പെക്സ ആപ്പിലൂടെ ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത്, ഓഫ് ചെയ്ത് പിന്നീട് സ്റ്റാർട്ട് ആക്കാൻ വരുന്ന സമയത്ത് അതിനുള്ളിൽ നിന്ന് വരുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഒരു ബേണിംഗ് സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ല് ഇത് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്മെല്ലില്ല, ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. ഇതിൽ നിന്ന് ആക്ച്വലി ഒരു പ്യൂരിഫയറിന്റെ സ്മെല്ലൊന്നും വരുന്നില്ല. ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഓഡർ സ്മെല്ലൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് വണ്ടിക്കകത്ത്. അല്ലാതെ യാതൊരുവിധ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്, ഒരു ഫ്രഷ് വണ്ടിക്കകത്ത് കയറിയാൽ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്. ആൻഡ് ഇതിൽ നിന്ന് വരുന്ന ഒരു ടോക്സിക് ഗ്യാസ് ഉണ്ട്. ഈ ഓഫ് ചെയ്തിട്ടിരുന്നിട്ട് പിന്നീട് ഓൺ ആക്കുമ്പോഴുണ്ടാവുന്ന ഈ വണ്ടിയിൽ നിന്ന് വരുന്ന ഒരു ടോക്സിക് സ്മെല്ലുണ്ട്. അത് സാധാരണ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാലൊക്കെ, എനിക്കാണെങ്കിൽ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ അത് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു സ്മെല്ലൊന്നുമില്ല, യാതൊരു ഇത് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒരു ഫ്രഷ് പുതിയൊരു വണ്ടി വാഷ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റീരിയർ ക്ലീനിങ് ഒക്കെ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഒരുപാട് മണിക്കൂറോളം അത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴുള്ള അങ്ങനെ ഒരു യാതൊരു ഫീലിംഗും ഇല്ലാത്ത ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് ഇത് യൂസ് ചെയ്തതിനു ശേഷം.